അതിലെല്ലാം കപ്പിൾസ് ആട്ടോ. നമുക്ക് ഡേറ്റിങ്ങിന് പോവാ. ഡേറ്റിങ്ങിന് എന്തിനാന്നറിയാമോ? അല്ല ഇപ്പൊ മറ്റേ ഈ ആപ്പുകളൊക്കെ ഇല്ലേ, മറ്റേ അരികെ ബമ്പിൾ എന്നൊക്കെ, അങ്ങനെ കേട്ടിട്ടുണ്ടോ അമ്മ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെസ്സേജ് അയച്ച് പരിചയപ്പെട്ടിട്ട് അവര് ഡേറ്റിങ്ങിനൊക്കെ പോകും. ഓ അങ്ങനെ. അതായത് ഒരു കോഫി ഡേറ്റ്, ഫുഡ് കഴിക്കാൻ ഒരുമിച്ച് വന്നത് ഫുഡ് ഡേറ്റ്, ഷോപ്പിംഗ് ഡേറ്റ്, അങ്ങനെയൊക്കെ ഒരുപാട് ഡേറ്റുകളുണ്ട്. ഇതില് ഇങ്ങനെ കേട്ടിട്ടുണ്ടോ ഡേറ്റിംഗ്? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെ പുറത്ത് ഇങ്ങനെ പോണ പറയുന്ന ഡേറ്റിംഗ് ആണ്. അപ്പൊ എനിക്കിപ്പോ അങ്ങനെ പോവാൻ ആരും ഇല്ല, മനസ്സിലായോ? അച്ഛനുണ്ട്, അമ്മയുണ്ട്. അതാ എന്റെ ഡേറ്റ് ഇത്രേ ഉള്ളൂ, അച്ഛനമ്മ ഡേറ്റ്. അതുകൊണ്ട് ഗൈസ് നമ്മൾ ഇന്നൊരു ഡേറ്റിങ്ങിന് പോവുകയാണ് സുഹൃത്തുക്കളെ. ഞാനും അമ്മയും കൂടെ നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച്, അമ്മ പറയുന്നത് എന്തും അതിന്ന് ഹാപ്പി ഷിറ്റുന്നു കേട്ടോ. ഹീ സിറ്റിംഗ്. അതുകൊണ്ട് നമുക്കൊരു ഡേറ്റിങ്ങിന് പോവാം. റെഡിയാണോ? റെഡി. എന്തൊരു ഡേറ്റ് വേണം? ഷോപ്പിംഗ് ഡേറ്റ് വേണോ, ഫുഡ് കഴിക്കൽ ഡേറ്റ്, മൊത്തത്തിൽ ഡേറ്റോ? അങ്ങനെ നമുക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് ചുമ്മാ തിരുവനന്തപുരത്തേക്ക് ഒന്ന് കറങ്ങി ഡേറ്റിംഗ്. കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഉണ്ടോ? കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നുവെച്ചാ ഈ മെഴുകുതിരി കത്തിച്ചിട്ട് അതിന്റെ ചുറ്റും ഇരുന്ന് ഇങ്ങനെ തിന്നും. അപ്പൊ ഭയങ്കര ഇതാ രസമാന്നാ പറയുന്നത് എല്ലാരും. അതുപോലെ തിന്നണം. അത് ഓരോ ഇവിടുന്ന് മേടിച്ചോണ്ട് പോകണം. മേടിച്ചോണ്ട് കാൻഡിൽ ലൈറ്റ് ഡിന്നർ തിന്നാം. അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളാ, ഓരോരോ ആചാരം. ഞാൻ ഇതൊരു ഡേറ്റിംഗ് അങ്ങനെ പിന്നെ അച്ഛനാരൊക്കെ അറിയാം? അച്ഛനെ ഡേറ്റിംഗ് അറിഞ്ഞൂടെ? അങ്ങോട്ട് വാ. ഡേറ്റിംഗ് അല്ല ഡേറ്റിംഗ്. ആൾക്കാരൊക്കെ പരിചയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടോ ഇങ്ങനെ ഡേറ്റിങ്ങിനൊക്കെ പോകും. അപ്പൊ അച്ഛൻ ഇങ്ങനെ അമ്മയുടെ കൂടെ അല്ലാതെ വേറെ ആരെങ്കിലും കൂടെ ഡേറ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ടോ? പണ്ട് കൂട്ടുകാരായിട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഡേറ്റിംഗ് ഒന്നും അറിയത്തില്ല, കറങ്ങാൻ പോകുന്ന അറിയാലോ. ഡേറ്റിംഗ് ആണെന്നൊന്നും അറിയാം, കറങ്ങാൻ പോകും. അത്ര ഈ അരികെ ആപ്പ് അതൊക്കെ കേട്ടിട്ടില്ലേ? അരിയാപ്പല്ല എന്തിനാ ആപ്പ്? ഇരിക്കുന്ന ആപ്പ്, കസ്റ്റം മെയ്ഡ് ആപ്പ്. ഒരുങ്ങി ഒന്ന് കുളിച്ചൊന്ന് റെഡി ആയിട്ട് വന്നിട്ട് നമുക്ക് ട്രിവാൻഡ്രം പോവാം. പോയിട്ട് മമ്മിയുടെ കൂടെ ഒരു ഡേറ്റ് അടിക്കാം സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. നമുക്കിന്ന് ഡേറ്റിംഗ് പുറത്തൊക്കെ പോയി എന്തൊരു പോയി വണ്ടൂരിൽ കയറാം. വണ്ടൂറോ? വണ്ടൂരാവും. പിന്നെ ഓരോ ദിവസം കഴിയുന്നതിന് താഴേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, ഞാൻ പറയുന്നില്ലേ. അറിയാവില്ലേ? അവയ്ക്ക് അറിയാതെ തെറ്റിയൊന്നും അല്ല, അറിയാം. ഇംഗ്ലീഷ് അറിയത്തില്ലെന്നൊന്നും പറയണ്ട, എനിക്ക് അറിയാം. മനപ്പൂർവ്വം തെറ്റിക്കുന്നതാണ്, കോമഡി ചിരിക്കാൻ വേണ്ടിട്ട് എല്ലാരും അല്ലേ? തെറ്റിക്കുന്ന ഞാനായിട്ട് തെറ്റിക്കുന്നതല്ല, തെറ്റി പോണതാണ്. സത്യം പറഞ്ഞു, തെറ്റി പോണതാണ്. പോയി കുളിച്ചിട്ടോ, കുളിച്ച് റെഡി ആയിട്ടോ. അതെന്തിനായിരുന്നു കൈന്റെ ഇടയിട്ടിട്ട് എറിയുന്നത്? ബൗളറ് കൈന്റെ ഇടയിട്ടിട്ട് എറിയുന്നത്. അത് തന്നെ ബൗളറ്. ഹലോ മൈ ഡാർലിംഗ്, ഡാർലിംഗ് വി ഗോ. ഇതെന്തരാ ഇട്ടേക്കുന്ന? കൊള്ളാം. തക്കാളിപ്പെട്ടിക്ക് ഫിംഗർ പ്രിന്റ് ലോക്കോ. കൊള്ളാം, രസമുണ്ട് കേട്ടോ. എന്തിനാ ഇത്? കൃഷ്ണനാണോ? സ്വർണ്ണമാ? സ്വർണം പോലത്തെ. കൊള്ളാം കേട്ടോ, രസമുണ്ട്. ഈ ഡ്രസ്സിന്റെ കൂടെ മാച്ച്. ക്രീം ഒന്നും ഇട്ടില്ലേ? പിന്നെ അലർജി. അച്ഛാ, അമ്മ പിന്നെ ഒല മേടിച്ചാ. ഒല മേടിച്ചിട്ട് പിന്നെയും വന്നു കുരു. എന്റെ അടുത്ത് പറഞ്ഞ് ഓർഡർ ചെയ്യിപ്പിച്ചതാ. ഞാൻ പറഞ്ഞ ഒല തേച്ചാ വരൂ ഇല്ലെന്ന്. തേച്ചിട്ടാണ് വന്ന. ഞാൻ പറഞ്ഞത് അത് തേക്കല്ലേ വരൂന്ന്. എന്നെ കൊണ്ട് പറഞ്ഞ് ഓർഡർ ചെയ്യിപ്പിച്ച് തേച്ചതാ. വരുന്നാ? ബാ, ഫാമിലി ഡേറ്റിംഗ് ആക്കാം. കമോൺ. ഹാപ്പി കൂട്ടില്ല. അപ്പൊ ഓക്കെ, ബൈ. ജയ് ഹിന്ദ്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ ടു ട്രിവാൻഡ്രം. ഡേറ്റിംഗ് വിത്ത് തള്ള. ഈ നമ്മുടെ ഈ ട്രിവാൻഡ്രം സൈഡിലല്ലേ തള്ള എന്നൊക്കെ പറയുന്ന? തള്ള എന്ന് പറയാൻ നമ്മള് റെസ്പെക്ട്ഫുള്ളി പറയുന്നതാണ്. കൊല്ലം ജില്ലയില് ഞങ്ങള് അഞ്ചലോട്ടൊക്കെ കുറവാ തള്ള എന്ന് പറയുന്നത്.
പക്ഷെ ചടയമംഗലം ഇങ്ങോട്ടൊക്കെ പറയും നീയാറ്റിങ്ങനെ എന്തൊരു തള്ളയെ അങ്ങനെ. അത് മോശം പറയുന്നതല്ല, അല്ല അങ്ങനെ പറയുന്നതാണ്. വിളിക്കുന്നതാ അമ്മയെന്ന് പറയുന്ന തള്ള അങ്ങനെയൊക്കെ പറയാം. നോർമൽ കാഷ്വൽ ആയിട്ട് പറയുന്നതാ. അത് ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ എപ്പോഴും ഞാൻ തള്ളയെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേന് ആരൊന്ന് കമന്റ് ചെയ്ത് തള്ളയെന്ന് പറയല്ലേ എന്നൊക്കെ. അല്ലാണ്ട് നോർമലി ഞങ്ങൾ സംസാരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ. അതുപോലെ തമിഴ്നാട്ടിലൊക്കെ ഫുള്ള് അമ്മ നീങ്ക നീങ്ക അങ്ങനെ പറയുന്ന, നിങ്ങളെന്നാ പറയുന്നത്, നിങ്ങള് അല്ലേ? എന്തിനാണ് കഴിക്കുന്നത്? അമ്മക്ക് എന്തിനു വേണം പറ? KFC വേണോ? പിസ്സ വേണോ? അതെന്തുറ്റി? ഞാൻ ഉണ്ടാക്കണല്ല എല്ലാ പിസ്സ അതുപോലെ അല്ല, നല്ലതൊക്കെ ഉണ്ട്. KFC ഓക്കെ, ഇന്ന് KFC കഴിക്കാം നമുക്ക്. ഞാനും കഴിച്ചിട്ട് ഒത്തിരി നാളായി കേട്ടോ. ഞാൻ ട്രിവാൻഡ്രം പോയിട്ട് തന്നെ ഒത്തിരി നാളായി. എനിക്കൊന്ന് ഞാൻ വീട്ടിന് വെളി ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു 2-3 ആഴ്ചയായി. ഞാൻ ഒരൊറ്റടുത്ത് പോകില്ല സത്യമായിട്ട്. എഡിറ്റ് ജിമ്മിന് പോകുന്ന ഇവിടുന്ന് ഒരു 50 മീറ്റർ അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എങ്ങും പോക്കില്ല ഗൈസ്. പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അമ്മയെ കൊണ്ടൊരു ഡേറ്റിങ്ങിന് പോവാറ് ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ ഏതാണ്ട് 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അടുപ്പിച്ചാവാറായിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നമുക്ക് 1 മില്യൺ ഒക്കെ അടിക്കണം ഉടനെ തന്നെ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. അപ്പോൾ ട്രിവാൻഡ്രം എത്തിയിട്ട് വരാം സുഹൃത്തുക്കളെ. ബ്ലൂംപടി ആരും ഇല്ലല്ലേ? കയ്യൊഴിവാസ്ഥാനമില്ലാത്തോണ്ട് അന്ന് വന്നപ്പോ ഓർമ്മയുണ്ടാമ്മ, നമ്മൾ ഇവിടെ ഇരുന്നിട്ട് മറ്റേ ഇത് തട്ടിയിട്ട് ഇവിടെ എല്ലാരും പേടിച്ച് കസാര തട്ടിയിട്ടായിരുന്നു. ലെഗില്ലേ ഉണ്ട് 4 പീസ് പറഞ്ഞാ. ഇതാണ് പ്ലേറ്റ് ഒന്നുമില്ലല്ലേ. പിന്നെ ഒരു പെപ്സിയും പറഞ്ഞിട്ട് എത്ര പറഞ്ഞുള്ളൂ. ഓഹ് ചൂട് വാറുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ലേ KFC? പത്തിരി ഒന്നുമില്ലല്ലേ ഇതിൻ്റെ കൂടെ തിന്നാൻ, ചുരുട്ടി അടിക്കാൻ? ടേസ്റ്റ് മാറിയാണ് തോന്നുന്നു. ഒത്തിരി നാളുകൊണ്ട് ഒന്ന് കഴിച്ചിട്ടുണ്ടോ എന്തോ. അത് വന്നപ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരുന്നു. ചൂട് താങ്ക് യു. ഒരു മെഴുകുവരിയുടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. മെഴുകുതിരി എടുത്തോണ്ട് വന്നില്ല നമ്മൾ, വീട്ടിലിരിപ്പുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ലേ? നമ്മള് ലുലു വന്ന കേട്ടോ. ലുലുവിന്റെ പാർക്കിംഗ് എല്ലാം ഫുള്ളാന്ന് തോന്നുന്നു. എല്ലാം പുറത്തായിടുന്നത്. നമ്മള് ആദ്യമായിട്ട് വന്നിട്ട് ഇങ്ങനല്ലേ ഭയങ്കര അമ്മ ദൂരിയാ. ഞാൻ പച്ചയോ എന്നെ മനസ്സിൽ കളയില്ല. ഇടിക്കല്ലേ, ലക്ഷങ്ങളുടെ മുതലാണ് ഇടിക്കല്ലേ ഇതിനെ. നമ്മള് ലുലുവിന്റെ ബാക്ക് വഴി അകത്ത് കയറാൻ കേട്ടോ പ്ലാൻ. എനിക്ക് അപ്പിയിടാൻ മുട്ടുന്ന കേട്ടോ സത്യമായിട്ട്. എനിക്ക് ലുലു വന്നോ എന്തോ എനിക്ക് അപ്പിടുന്നു. സിറ്റി അച്ഛൻ പറഞ്ഞ സിറ്റി മോർണിംഗ് സിറ്റി. ഇന്ന് ലുലുവിന് ഭയങ്കര തിരക്ക് കേട്ടോ, ഭയങ്കര ആള്. ഞാൻ KFC കൊണ്ട് കളയാൻ പോയതാ. ഈ പിടിച്ചില്ലമ്മ, എനിക്ക് എന്താ പ്രശ്നം? വയറൊരുമാതിരി ഒന്ന് വന്നു. പോവാം പാ. എങ്ങോട്ട് പോകണം? ഫസ്റ്റ് ഫണ്ടൂറെ പോവാം. ഫണ്ടൂറെ പോയിട്ട് വേറൊരു റൈഡുണ്ട്, പുതിയ സാധനം. കുതിരയില ഒന്ന് വീട്ടിൽ മേടിച്ച് വെക്കണം. ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് പെരുമാറാലോ. ഒരു അനങ്ങ് കേട്ടോ അത്. ഞാൻ അന്നേ വന്നപ്പോ അമ്മയോട് ഞാൻ പറഞ്ഞു അതിനകത്താണ് ഇവിടെ എന്തോ വജ്രായുധമൊക്കെ ഞായറാഴ്ച ആയതുകൊണ്ടോ തോന്നുന്നു ഭയങ്കര തിരക്ക്. പക്ഷെ ഇന്ന് ഞായറാഴ്ച ആയിരുന്നല്ലേ? സത്യം പറഞ്ഞാലേ എനിക്ക് ഈ ദിവസങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് എല്ലാ ദിവസവും ഞായറാഴ്ച ആയിട്ടൊക്കെ തോന്നും. എത്ര നാളായെന്നൊന്നും അറിയോ പുറത്തോട്ടൊക്കെ വന്നു. എനിക്ക് ഇത്ര ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് എന്തോ വല്ലാത്തൊരിത്, എന്തോ കുഴപ്പമുണ്ട്. റോളർ കോസ്റ്റർ ഉണ്ട് താണ്ട വരുന്നണ്ട. നോക്കാം കേട്ടോ ഇതെങ്ങനെ പോണത്. നമ്മള് വണ്ടർലേ പോകുമ്പോ കേറിയിട്ടില്ലേ ഇതുപോലത്തെ കറങ്ങി പോകും. ഇതിലേ വന്ന് ഇങ്ങനെ കയറുന്ന അനുതറാം. ഇത് പെയ്യല്ലേ പോന്നെ. വരുമ്പോ സ്പീഡ് ഉണ്ട് കേട്ടാ. അയ്യോ അതിൽ കയറാം അതിനകത്ത് കയറാം. റോളർ കോസ്റ്റർ കയറാം. നിങ്ങളെ ഞാൻ ഉരുട്ടി അതിനകത്ത് നിന്ന് ഇടും. ഡേറ്റിങ് ഒടുക്കത്തെ ഡേറ്റിങ്. നമ്മള് വണ്ടർലേ പോയപ്പോ കേറിയിട്ടുണ്ട്. ലെഗ് സ്പേസ് ഒക്കെ കുറവാട്ടോ.
ഇതിങ്ങനെ ചേർത്ത് വെച്ചോ, ഇങ്ങനെ പിടിച്ചു വെച്ചോ. നിനക്ക് അത് പിടിച്ചാ ലിവർ പിടിച്ചു പോയി. ഈ വണ്ടി വിട്ടവന് പറ്റൂല. പിടിച്ചിരുന്നോ? ഈ സീറ്റ് ബെൽറ്റ് ഇല്ലേ? അവരൊന്നും ഇട്ടൊന്നും തരൂലേ. ഇതെന്തൊരു ബെൽറ്റ് പകുതിയുള്ള? അത് ആരെ ബെൽറ്റ്? ഇതെന്തൊരു അതിന്റെ ബാക്കി പൊട്ടിപ്പോയോ? നമ്മുടെ സാധനത്തിൽ കയറി പോവാട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നല്ലേ? നല്ല സ്പീഡ് ഉണ്ടായിരുന്നു കേട്ടോ. സ്പീഡ് ഉണ്ട്. പക്ഷെ ഇത്ര ഒരു സെറ്റ് ഇവിടെ വന്നിട്ട് എനിക്ക് അറിയത്തില്ല. നേരത്തെ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാ ഇതിൽ കയറുന്നില്ലേ? ഫാമിലി പോസ്റ്റർ നട്ട് എന്റെ പേര്. കൊള്ളാം, നല്ല സാധനം. അതിലൊരു സൗണ്ട്. അതാണ്ടല്ലോ അവിടെ എന്താ ഇട്ടത്? ഇതിലെ ചെറിയ ചെറിയ പിടുക്ക് സാധനങ്ങളൊക്കെ. പക്ഷെ വേറെ ഒരുപാട് സാധനം വന്നിട്ടുണ്ടല്ലേ? 160 രൂപയാണ് കേട്ടോ അതിനകത്ത് കയറാനായിട്ട്. നമുക്ക് ഈ ഒരു ഗെയിം കളിച്ചു നോക്കാം. ക്രേസി ഹൂപ്പ്. അത് കണ്ടാ അവിടെ ഹൈയസ്റ്റ് എഴുതേക്കും കേട്ടോ. അപ്പൊ ആ പോയിന്റിന് നമ്മൾ തകർക്കണം. അതിന് നടുക്ക് ടൈമും കാണും. അപ്പുറത്തെ സ്കോർ നമ്മുടെ സ്കോർ പൊട്ടിക്കണം കേട്ടോ. ഓക്കെ, എറിഞ്ഞോ. ബാഗ് പിടിച്ചോളാം. പച്ചക്കുതിരയിലെ ദിലീപ. പന്തിപ്പോ വരും. വരും. ആ വന്ന് എടുത്തെറിഞ്ഞോ. എന്റെ അമ്മേ, ആ സാധനം തകർക്കില്ല കേട്ടാ. ഒന്നും വീഴില്ല. ഒന്നുകൂടെ. ആദ്യം ഒരെണ്ണം എടുത്തേ. ആ റെയിൽവേ പാളം ഇല്ലേ, അതിന്റെ മണ്ടയിലോട്ട്. അതിശക്തമായ എറിയാണ് സുഹൃത്തുക്കളെ ഇവിടെ. മോന്തോക്കട്ടെ, അപ്പൊക്കെ കടിച്ചാണ് വിട്ടേക്കണം. വീഴുന്നുണ്ട് കേട്ടോ കുറച്ചൊക്കെ. വീഴുന്നു. വാ, കുരുങ്ങി. വീട്. അടിച്ചിട്ടുണ്ട്. ഞാൻ പേഴ്സ് അവിടെ വെച്ച് മറന്നേ. ഞാൻ തിരിച്ചെടുക്കാൻ പോയപ്പോ ഞാൻ എടുത്തടാ പൊട്ടാതെ. അത് എല്ലാരും മുമ്പിൽ തന്നെ ഞാൻ എടുത്തടാ കേക്കുന്നേ. ഇറ്റാലിയൻ ഡെലൈറ്റ് സ്കോപ്പ്. ഐസ്ക്രീമിന്റെ പേരാണ് ഇറ്റാലിയൻ ഡെലൈറ്റ്. ഡെലൈറ്റ് ഇച്ചിരി ചാടി കേട്ടോ. അളിഞ്ഞാടേ. ഐസ്ക്രീം ഒലിക്കുന്നു. എന്റെ ഡേറ്റിങ് കൊളവാക്കാനായിട്ട്. എങ്ങനെയുണ്ട്? കൊള്ളാവാ ഡേറ്റിങ്. അവര് ചിയേഴ്സെങ്കിലും പറഞ്ഞിട്ട് തിന്നെ. ഡേറ്റിംഗ് എന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് കൊണ്ടുവച്ച മടമഴ അടിക്കുന്നത്. അത്രയ്ക്ക് രസമില്ല കേട്ടോ. കുടിച്ചിട്ട് വരാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇപ്പൊ അങ്ങനൊന്നുമില്ലല്ലേ? വേറൊരു ഭാവം എക്സ്പ്രഷൻ.
ഒന്ന് ഇട്ട് നോക്ക്, ഒരെണ്ണം എടുത്ത് ഇട്ട് നോക്ക്. മഴവിൽ നിറത്തില്ലോ, ഏത് വേണം നോക്ക്. അമ്മയ്ക്ക് സൺഗ്ലാസ്. അല്ല അത് എന്തും പോകൂടെ ഇട്ടേ. ഓ അല്ല കണ്ണിനൊക്കെ ഓപ്പറേഷൻ വരുമ്പോ ഇടുവല്ലേ, ഒന്ന് ഇട്ടേമ്മ. ചിരിക്കെങ്ങും പോണ്ട, ചിരി വരുന്നുണ്ടല്ലേ. ഇത് മൊത്തം മഞ്ഞ കളറ്, മഞ്ഞപ്പിത്തം വന്നണക്ക്. അടിക്കത്തില്ലല്ലേ, കുഴപ്പമില്ലല്ലേ. ഡ്രൈവ് ചെയ്യാൻ സൂപ്പർ രാജ കമോൺ. കൊള്ളാല്ലേ, കുഴപ്പമില്ല. അമ്മയുടെ എറിക്കുന്നത് കണ്ണ് രണ്ടും കൃഷ്ണമണി ചുവന്നിരിക്കുന്നു. കൃഷ്ണമണി അല്ല, അത് ഗ്ലാസ് ചുവന്നിരിക്കണതാ. വീട് വീട് ഇഷ്ടമുള്ള നോക്ക്. ചുരിദാറ, സാരിയ. ഓ സാരി ഇവിടെ കിട്ടത്തില്ല കേട്ടോ. നൈറ്റി പുള്ളി നിക്കർ വേണോ വേണ്ടേ? ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ ഫ്രാഷന്. അമ്മ ഇതൊക്കെ ഇട്ട് ഒരു 4 രൂപ. ഇത് അത്യാവശ്യം ഇറക്കമുണ്ടോ അല്ലേ? അത് കുറച്ച് ഇറക്കമുണ്ട്, കുഴപ്പമൊന്നുമില്ല. അക്ഷയാ ഇതൊന്ന് ട്രൈ ചെയ്താലോ? ഇറക്കമില്ലടാ. കൊള്ളാമ്മ, ഇത് രസമുണ്ട്. അരേ മമ്മി വല്ലതും കിട്ടിയാ? കുറെ നേരമായി. കൊച്ചിറക്ക് മടക്കി വെച്ചേക്കുന്ന നൂത്ത് നോക്കാം. അത് നൈറ്റി അല്ല, ഇത് നൈറ്റി അല്ല, ടോപ്പാണ്. ഏതെങ്കിലും ഇടമാ, കൊള്ളാം, ഇത് രസമുണ്ട്. പൂത്ത് നിക്കട്ടെ മമ്മി നിങ്ങൾ 60-ാം വയസ്സിലെ പുഷ്പമേ. അമ്മ അത് നല്ല രസമുണ്ട്. ഇത് കാര്യമായിട്ട് നല്ല നല്ല ത്രിവർണ്ണ പതാക പോലെ സുന്ദരം എടുത്തോണ്ട് വന്നേക്കും. ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്യും. 2-3 എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അരപ്പട്ട ഊരി വയ്ക്കല്ലേ കേട്ടോ, ആരെല്ലാം എടുത്തോണ്ട് പോയാലോ. ഇത് രസമുണ്ട് കേട്ടോ. ഇത് കൊള്ളത്തില്ലേ, നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ടീഷർട്ട് എടുത്ത് അതിന് മുമ്പ് ക്ലോസ് ആക്കി. അതുകൊണ്ട് മമ്മിക്ക് ഒരു ചുരിദാർ മേടിച്ചു. ഇഷ്ടപ്പെട്ടോ? ആ മഞ്ഞയുടെ സെയിം തന്നെ. പക്ഷെ അത് കൊള്ളാം, നല്ല രസമുണ്ട്. ഒരു വെറൈറ്റി കളർ. അത് എന്തൊരു കളറാണ്? അത് നീലയാണോ? നീലല്ല, കരിനീല. എന്തൊരു കളർ ഇത്? മേഘത്തിന്റെ മറ്റേ നീല. നീലല്ലത്, ഒരു പച്ച ഷെയ്ഡ് വന്നിട്ട് ഒരു നീല പോലെ അങ്ങനെ നിൽക്കുക. കാർമേഘം വെയിലടിക്കുമ്പോ ഒരു കളറുണ്ട്. എന്താ ഒരു സൈസ് കളർ കേട്ടോ, കൊള്ളാം. സിനിമ ഒന്നുമില്ല കേട്ടോ, അല്ല ജോൺ വിക്ക് ഉണ്ട്. ഇംഗ്ലീഷോടോ? അത് അയ്യോ അമ്മ ഇംഗ്ലീഷ് അറിയാലമ്മ. ഹൗസ് ഗോ എന്നല്ലേ പറയുന്ന അമ്മ. ആ അമ്മക്ക് ഇംഗ്ലീഷ് അറിയാ. അല്ല അമ്മക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, കേട്ടാ മനസ്സിലാവും. സായിപ്പുമാരും മദാമ്മയുടെ തോന്നിപ്പിച്ചത് അവരെ ഇംഗ്ലീഷ് മനസ്സിലാവൂല നമുക്ക്. റോബർട്ട് അല്ല റോബോട്ട്. എല്ലാത്തിന്റെ കീഴിൽ ഞൂഞ്ഞങ്ങ് കയറിക്കണം കേട്ടോ. അത് ഈ തൂക്കുന്നേ വരുന്നേക്കാന്ന് തോന്നുന്നു. ആ തറ ഇരിക്കണം എന്തരമ്മാ? അത് പൊതുവാ? പട്ടിക്കുട്ടീന്റെ മോഡലാന്ന് തോന്നുന്നു. അത് പൊതുവാടാ. അത് അനങ്ങുന്നു കേട്ടോ. കന്നം തിരുവൊന്നും പറയല, അതൊന്നും അറിയും. ഈ സാധനം നമ്മൾ പറയുന്നൊക്കെ കേൾക്കുമായിരിക്കും കേട്ടോ, പറയുന്നേക്കുമായിരിക്കും. എന്തെങ്കിലും പറഞ്ഞാണ് പോയി മടലൊക്കെ എടുത്തോണ്ടെന്ന് അറിയും. റോബോട്ടിന് മനസാക്ഷിയൊന്നുമില്ല. അതെ ഇത് ഓടുന്ന കേട്ടോ. എനിക്കൊന്ന് ഇത് തൂക്കാനും പറയാനൊക്കെ ഉള്ളതാന്ന് തോന്നുന്നു കേട്ടോ. നെഞ്ചാമൂടിക്ക് TV ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നേ ഇതെല്ലാരും കൂടെ നിന്ന് ഇവര് അടി കൂടുമെന്ന് തോന്നുന്നു ഒരുമിച്ച്. അതാന്ന് തോന്നുന്നു കേട്ടോ. ക്ലൈമാക്സ് എല്ലാരും ഒത്തുനിന്ന് ബോക്സിങ്. അല്ല ഇത് ഷോ കാണിക്കുന്ന ഇത് ഇങ്ങനെയൊക്കെ നടക്കും, പ്രവർത്തിക്കും. വേണ്ടുന്നവർക്ക് മേടിക്കാം. പക്ഷെ ആ ചെറുതിന്റെ ഉപയോഗം എന്താണെന്നറിയാമേ. അത് ഹാപ്പിക്കൊക്കെ പകരം അതൊരു പട്ടിക്കുട്ടീന്റെ മോഡലല്ലേ? ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. ഹലോ, she has the answer. Come on. ഇവിടെ Face. House go. അത് കൊള്ളാട്ടോ, ആ സാധനം നല്ലതാണേ.
ആ എല്ലാരും കൈയടിക്കേ. ചാടറമനെ കറങ്ങിയടി എല്ലാരെ. കമോൺ. ആ ബാക്കിക്ക് പിന്നെ മണ്ടയ്ക്ക് തന്നെ വിടാദ്യം. ഇപ്പൊ വരും ആ ചിട്ടിയുടെ പാട്ടിട്ട് കേട്ടോ. ഒന്നും മിണ്ടല്ലേ അറിയൂത്. ഇവിടെ ഓ അത് കിടില സാധനം കേട്ടാ. ആരെന്തിനും പറഞ്ഞു മുഖാണ്ടൊക്കെ ഒന്നും കൊടുത്തു കേട്ടോ. വിളിക്കട്ടെ ചുമ്മാ ഒന്നും പറയണ്ട. ആ ബെച്ച് അടിച്ചു തരും. അത് ഇച്ചിരി സീനാട്ടോ. വരുന്നമ്മ വേണ്ടേ പോയാ മോനെ. നിന്റെ പേരറിയത്തില്ലല്ലേ വിളിക്കായിരുന്നു. ചെട്ടി ബാബു. ഒരു ബോട്ടിൽ കുപ്പിയോട് കാലിലിട്ട് എന്റെ മോന്ത തൊളയാട്ടോ. ചെരുപ്പോ കൊള്ളാം. സീൻ സാധനം ഹലോ സ്നേഹമുള്ളനാട്ടോ. ഭാഗ്യം പോയി. എനിക്ക് ചെറിയ പേടിയുണ്ട്. മോനെ മോനെ പോയാ ഒരിടത്ത് നിക്കട്ടെ. ഓടാനേ അറിയാവൂ. ഇതേലും പറഞ്ഞ മേടിച്ച കൊള്ളാം. പറക്കുവോ നീ? എപ്പോഴും ഇങ്ങനെ എനിക്ക് ഒരു 1/2 ലിറ്റർ വേണം. ഒരു 1/2 ലിറ്റർ അരി. അര മതി. കൈയോട് ഇങ്ങ പാ. ആ കൈയോട് അത് നൈസ് കേട്ടോ. അത് നൈസ്. ടാറ്റ ബൈ. അമ്മയ്ക്ക് കൈയെടുത്ത് പാവം കേട്ടോ. കൊള്ളാം. നല്ല സാധനം. കടൽ ഒത്തിരി കേറി കിടക്കും. ഓക്കെ ചാടി. അത് കരിങ്കല്ല കേട്ടോ. തലവണ്ട കിട്ടും. നോക്കിയേ ആ ഷിപ്പ് എവിടെയെങ്കിലും വരുന്നുണ്ടോ നോക്കിയേ. ഇവിടെ ഇതിന്റെ അകത്തൊരു പാർക്ക് ആട്ടോ. എന്തിനാ പറഞ്ഞ അതിലെല്ലാം കപ്പിൾസ് ആട്ടോ. നീ അങ്ങോട്ട് പോണ്ട. അതിന് എനിക്കെന്തരാ. പിന്നെ എനിക്കെന്തരാ കപ്പിൾസ് ആയിട്ടിരുന്ന ഇപ്പൊ എനിക്കെന്തരാ. മമ്മീസ് ഡേറ്റേഴ്സ്. അമ്മയുടെ ഇംഗ്ലീഷ് ഒരു പ്രത്യേക ഒരു രസം കേൾക്കാൻ. ഇച്ചിരി തമിഴ് പിടിക്കാം. ഓക്കെ ഇനി മുതൽ തമിഴാണ്. எப்படி இருக்குது இந்த இடம்? ரொம்ப சூப்பரா இருக்கு. சூப்பரா இருக்கா? எப்படி இருந்தது என்னோட ஒரு டேட்? எப்படி இருந்தது? அடிபொலியா இருந்தது. நல்லா இருந்தது. என்ஜாய் பண்ணேன். அந்த ரோபோட் கை கொடுக்கும்போது நீ என்ன சொன்ன? ഒന്നുമേ சொன்னிല്ല. സന്ദേഹം വന്നു. തന്ത വന്നോ? സന്തോഷം. ஓ நீங்க நல்லா பேசுறீங்க. ரொம்ப பேசு. எங்கயாவது உட்காரலாமா? இங்கலாமா உட்கார இവിടെதான். எங்கேயும் உட்காரமா. பூரி இந்த பானிபூரி தண்ணியில போட்டு சாப்பிட்டுருது வேணுமா? பானிபூரி ഇളക്ക് പൂരി ആകുമാ? ഒരു പൂരി സാപ്പിടാം. എന്തായാലും വന്നതല്ലേ. ഞാൻ ഒരു പാനിപൂരി, അമ്മ ഒരു കടലപ്പൂരിയും മേടിച്ചു. പക്ഷെ കടലപ്പൂരിന്ന് കടല മസാല പൂരിയെ എന്തൊക്കെ ഒഴിച്ചു കേട്ടോ. പൊതുവെ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതാണ് ഇത്. കുറച്ച് മിക്സർ കൂടെ തന്നെ മണ്ടലോട്ട് വെച്ചിട്ട് നോക്കോ. കുഴപ്പമില്ല. തിന്നോക്ക്. കുഴപ്പമില്ലേ? കുഴപ്പമില്ല. നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കുന്നതാ. ഈ ബംഗാൾ പയ്യന്മാരെയാണ് പാനി കൊള്ളാത്ത കേട്ടോ. എപ്പോഴും ഇറക്കുന്നത് ரொம்ப சூப்பரா இருக்கு. ரொம்ப சூப்பரா இருக்கு. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകട്ടോ. അച്ഛനെ ഫുഡ് എന്തെങ്കിലും മേടിക്കാം, എന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഇതാ സ്നേഹം.
ഗേറ്റ് തുറ മക്കള്, ഗേറ്റ് ഇങ്ങനെ തുറന്നു വെച്ചേക്ക്, ഇവ തുറക്കും. തുറ, ഗേറ്റ് ഗേറ്റ് തുറ. അയ്യോ അയ്യോ ഗേറ്റ് തുറന്ന കേട്ടോ അവൻ. ഇങ്ങ് പാടാ പിന്നെ വന്നല്ലേ. ഓ ഇവരെന്തിനാ ഇളകി റെയിൻബോ സ്റ്റൂഡിയോയോ വെള്ളം കുടിക്കുന്നു. ദാഹിച്ച് കിടന്ന് ചാടി. റൂമിനകത്ത് കേറി തോന്നില്ലേ? ഇത് എന്തുവാ ഇത് കളിച്ച് മറച്ചിട്ടേക്കുന്നു ഇവിടെ. എടാ എന്റെ റൂമിൽ കിടന്നില്ലടാ ഇത്. എന്റെ റൂമിലല്ല. നീ എന്തുവായിരുന്നു പരിപാടി? അടി 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 അടി. ഓ എന്തൊക്കെ എടുത്ത് മറച്ചുകൊണ്ടിട്ടേക്കുന്ന എന്റെ പൊന്നോ. ഡേറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സൂപ്പർ അല്ലായിരുന്ന. അച്ഛന് പൊറോട്ടയും ബീഫും. പക്ഷെ പൊറോട്ട അല്ല, പുട്ടും ബീഫും. അച്ഛന് പുട്ടും ബീഫും മേടിച്ചോണ്ടോന്ന കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്ന ഡേറ്റിംഗ് ഒക്കെ? ഇന്നത്തെ സൂപ്പർ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ റോബോട്ടിനെ കണ്ട്. റോബോട്ട് എനിക്ക് കൈ അമ്മയ്ക്ക് ഷെയ്ക്കാൻ്റെ കൊടുത്തു. ഇവിടെ ലുലുമാല ഉണ്ടായിരുന്നു. ഇല്ല, അവിടെ എന്തിനാ ഫെസ്റ്റ് ഈ റോബോട്ടിന്റെ. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് അമ്മയും പിടിച്ച് ഉമ്മ എടുത്തന്നെയായിരുന്നു റോബോട്ട്. വെറുത്തടിച്ചാലെന്നാ. കിടിലുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. എനിക്ക് സിനിമ കാണണമെന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ സിനിമ ഒന്നുമില്ല. ഇംഗ്ലീഷോടെ ഉണ്ടായിരുന്നു. ജോൺ ബേക്ക്. മമ്മിക്ക് പിന്നെ ഇംഗ്ലീഷ് നല്ലോണം അറിയാവുന്നതുകൊണ്ട് എനിക്കും അറിയാവുന്നതുകൊണ്ട് പിന്നെ നമ്മൾ കണ്ടില്ല. അച്ഛന് പുട്ടും ബീഫും. പക്ഷെ ഒന്നുകൂടെ ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. നൈസ് ഡേ ആയിരുന്നു. ഇനി അച്ഛൻ്റെ കൂടെ ഒരു ഡേറ്റ് ഞാൻ വരാം. ഇപ്പൊ ഡേറ്റിന്റെ കാലമായിരിക്കും ഇനി അങ്ങോട്ട്. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ ഗൈസ്. ഈ ഒരു ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി ഇതുള്ള വെറൈറ്റി വീഡിയോ ആണ്. ബൈ. നമ്മുടെ ചാനലിൽ 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അടുപ്പിച്ച് ആവാറായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളെ. ലവ് യു.